പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മളുടെ 5000+ ഫാക്ട്സ് എന്ന് പറയുന്ന ആ ഒരു സീരീസിനകത്തെ ഒരു പുതിയ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 50 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പല തരത്തിലുള്ള പരീക്ഷകളിൽ PSC ചോദിച്ച ചോദ്യങ്ങളാണ്. എല്ലാ കാറ്റഗറിയിലുള്ള എക്സാം എഴുതുന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ക്ലാസ്. ന്യൂയോർക്ക് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ന്യൂയോർക്ക് എന്ന് പറയുന്നത് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ്? അറ്റ്ലാന്റിക്. ഞാൻ എഴുതുകയാണേ, അറ്റ്ലാന്റിക്. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അതും കൂടെ ഒന്ന് പതിയും. വെറുതെ പറഞ്ഞു പോവാതെ എഴുതുകയും കൂടെ ചെയ്യുമ്പോൾ എന്നിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം. ബോൾഷെവിക് വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണ്? ബോൾഷെവിക് വിപ്ലവം ഏത് രാജ്യത്താണ്? റഷ്യയിലാണ് അല്ലേ. ബോൾഷെവിക് വിപ്ലവം നടന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ റഷ്യയാണെന്ന് പറയാം. സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ അധികാരം ആർക്കാണുള്ളത്? ഉത്തരം ഗവർണറിനാണ്. ഗവർണറിനാണ് സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാനുള്ള അധികാരമുള്ളത്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? വൃത്താന്ത പത്രപ്രവർത്തനം. എന്താണ്? വൃത്താന്ത പ്രവർത്തനം. ഓക്കെ. ഇനി അവനവൻ കടമ്പ രചിച്ചത് ആരാണ്? കാവാലം. ഓക്കെ. കാവാലം നാരായണ പണിക്കർ. ഓക്കെ. ശരിയായ ഉത്തരം 5 ചോദ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ന്യൂയോർക്ക് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ്? അറ്റ്ലാന്റിക്. ബോൾഷെവിക് വിപ്ലവം നടന്നത് എവിടെയാണ്? റഷ്യയിലാണ്. സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണുള്ളത്? അത് പിന്നീട് ഗവർണറിനാണ്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത് വൃത്താന്ത പത്രപ്രവർത്തനം. എന്നാൽ അവനവൻ കടമ്പ രചിച്ചത് ആരാണ്? കാവാലം നാരായണ പണിക്കർ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അശ്വമേധം എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം പറയണം. ഡി വിൻസെന്റ്. ഓക്കെ. മഹാരാജ രഞ്ജിത് സിംഗിന് കൊഹിനൂർ സമ്മാനിച്ചത് ആരാണ്? നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഷാ. ഇനി മാനസ ചാബല്യം എന്നത് ആരുടെ കൃതിയാണ്? ഏത് കേരള നവോത്ഥാന നായകന്റെ കൃതിയാണ് മാനസ ചാബല്യം? വാഗ്ഭടാനന്ദൻ. ഓക്കെ. ശരിയായ ഉത്തരമായി. മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പഠിക്കണം. കനോലി. HV കനോലി എന്നാണ്. HV കനോലി. മുനിചര്യ പഞ്ചകത്തിന്റെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. അശ്വമേധം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് വിൻസെന്റ് ആണ്, ഡി വിൻസെന്റ്. എന്നാൽ മഹാരാജ രഞ്ജിത് സിംഗിന് കൊഹിനൂർ സമ്മാനിച്ചത് മുഹമ്മദ് ഷാ. മാനസ ചാബല്യം ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദന്റെ കൃതിയാണ്. മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടറുടെ പേരാണ് കനോലി, HV കനോലി. മുനിചര്യ പഞ്ചകത്തിന്റെ കർത്താവാണ് ശ്രീനാരായണ ഗുരു. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം പൊയ്കയിൽ യോഹന്നാൻ. എന്താ പേര് പറഞ്ഞേ? പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ. അപ്പോൾ മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പൊയ്കയിൽ യോഹന്നാൻ. മുഗളരിൽ നിന്ന് കൊഹിനൂർ സ്വന്തമാക്കിയ അക്രമകാരി ആരാണ് എന്നതാണ് ഉത്തരം. നാദിർ ഷാ. മുഗളരിൽ നിന്ന് കൊഹിനൂർ സ്വന്തമാക്കിയത് നാദിർ ഷാ. മുസ്ലിങ്ങളുടെ ഏറ്റവും പവിത്രവും പരിപാവനവുമായ കഅബ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം സൗദി അറേബ്യ. സൗദി അറേബ്യയിലാണ് എന്തുള്ളത്? കഅബ ഉള്ളത്. മുക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹമാണ് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. മൃത്യുജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം കുമാരനാശാൻ. ഓക്കെ. വീണപ്പൂവ് ആരുടെ കൃതിയാണ്? കുമാരനാശാൻ. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ. മുഗളരിൽ നിന്ന് കൊഹിനൂർ സ്വന്തമാക്കിയ അക്രമകാരിയാണ് നാദിർ ഷാ. മുസ്ലിങ്ങളുടെ ഏറ്റവും പവിത്രവും പരിപാവനവുമായ കഅബ എന്ന് പറയുന്ന
പുണ്യസ്ഥലമുള്ളത് സൗദി അറേബ്യയിലാണ്. മുക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട കേരള നവോത്ഥാന നായകന്റെ പേരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മൃത്യുഞ്ജയം എന്നത് ആരുടെ കൃതിയാണ്? കുമാരനാശാൻ. വീണപൂവ് ആരുടെ കൃതിയാണ്? കുമാരനാശാൻ. മാർത്താണ്ഡവർമ്മയുടെ, ശ്രദ്ധിക്കണം, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം കൽക്കുളം. കൽക്കുളം. അപ്പോൾ പഠിക്കണം, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായിരുന്നു കൽക്കുളം. പത്മനാഭപുരം എന്നും പറയും. ഇനി വി.ടി. ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് എവിടെയാണ്? ശരിയായ ഉത്തരം എടക്കുന്നി. എടക്കുന്നിയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. എടക്കുന്നി എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം തൃശ്ശൂർ ജില്ലയിലാണ് എടക്കുന്നി. എവിടെ നിന്നെത്തിയ സൈന്യത്തിന്റെ സഹായത്തോടെയാണ് ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നെത്തിയ സൈന്യത്തിന്റെ സഹായത്തോടെയാണ് ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം തലശ്ശേരി. ക്ലിയർ ആണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരം ആയിരുന്നു, അല്ലെങ്കിൽ കൽക്കുളമായിരുന്നു. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ കാലത്ത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എടക്കുന്നി എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ സ്ഥലത്താണ്. എവിടെ നിന്നെത്തിയ സൈന്യത്തിന്റെ സഹായത്തോടെയാണ് ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം തലശ്ശേരി. ക്ലിയർ ആണ്, വ്യക്തമായിട്ട് മനസ്സിലായി. അടുത്ത ചോദ്യം, 1934 ജനുവരി 30 തിരുവല്ലയിൽ ടി.എം. വർഗീസിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം നിവർത്തനം എന്ന പദം ഉപേക്ഷിച്ച് പകരം ഏത് പദം സ്വീകരിച്ചാണ് പ്രക്ഷോഭം തുടർന്നത്? ഉത്തരം പൗര സമത്വ പ്രസ്ഥാനം. 1934 ജനുവരി 30 തിരുവല്ലയിൽ ടി.എം. വർഗീസിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം നിവർത്തനം എന്ന പദം ഉപേക്ഷിച്ച് പകരം പൗരസമത്വ പ്രസ്ഥാനം എന്ന പേര് സ്വീകരിച്ചുകൊണ്ടാണ് പ്രക്ഷോഭം തുടർന്നത്. കാബൂൾ ആസ്ഥാനമാക്കി സ്ഥാപിച്ച സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ച തിരുവനന്തപുരത്തുകാരൻ ആരാണ്? ചെമ്പകരാമൻ പിള്ള. അപ്പോൾ നല്ലൊരു പോയിന്റ് ആണ്. കാബൂൾ ആസ്ഥാനമാക്കി സ്ഥാപിച്ച സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ച തിരുവനന്തപുരത്തുകാരൻ്റെ പേരാണ് ചെമ്പകരാമൻ പിള്ള. രാജകുടുംബാംഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനായി 1875 മേയോ പ്രഭുവിൻ്റെ കാലത്ത് മേയോ കോളേജ് സ്ഥാപിച്ച സ്ഥലം എവിടെയാണ്? ഉത്തരം പറയേണ്ടത് അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ക്ലിയർ ആണ്, വ്യക്തമായി ഈ 3 പോയിന്റുകളും ഈ സ്ലൈഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തത്, ബോംബെയിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവ് ആരാണ്? ഉത്തരം ഫിറോസ് ഷാ മേത്ത. അദ്ദേഹത്തിന്റെ പത്രങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിറോസ് ഷാ മേത്ത. സൈമൺ കമ്മീഷന് നേരെ നടത്തിയ പ്രതിഷേധത്തിനിടെ പരിക്കുകളെ തുടർന്ന് ആരാണ് മരണപ്പെട്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ലാലാ ലജ്പത് റോയ്. അപ്പം ലാലാ ലജ്പത് റോയ് ആണ് മരണപ്പെട്ടത്. സൈമൺ കമ്മീഷന് നേരെ നടത്തിയ പ്രതിഷേധ സമരത്തിന് ഇടയിൽ അടിയേറ്റ് പരിക്കുകളെ തുടർന്ന് മരണപ്പെട്ട വ്യക്തിയാണ് ലാലാ ലജ്പത് റോയ് എന്ന് പറയുന്ന ദേശീയ നേതാവ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിനിറങ്ങിയ മരുത് പാണ്ഡ്യൻ എവിടത്തെ ഭരണാധികാരിയായിരുന്നു? ഉത്തരം ശിവഗംഗയിലെ ഭരണാധികാരിയായിരുന്നു. ബോംബെയിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവിൻ്റെ പേരെന്താണ്? ഫിറോസ് ഷാ മേത്ത. സൈമൺ കമ്മീഷന് നേരെ നടത്തിയ പ്രതിഷേധത്തിനിടയിൽ പരിക്കുകളെ തുടർന്ന് അന്തരിച്ചതാരാണ്? ലാലാ ലജ്പത് റോയ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിനിറങ്ങിയ മരുത് പാണ്ഡ്യൻ എവിടെയുള്ള ഭരണാധികാരിയായിരുന്നു? ഉത്തരം ശിവഗംഗ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്.
എൽബ എന്ന് പറയുന്ന ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട് 1815 മാർച്ച് 20 ഫ്രാൻസിന്റെ അധികാരം തിരിച്ചു പിടിച്ച നെപ്പോളിയന് ഏകദേശം എത്ര ദിവസമാണ് ആ ഭരണം നിലനിർത്താൻ സാധിച്ചത്? എൽബ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട് 1815 മാർച്ച് 20 ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത നെപ്പോളിയന് വെറും 100 ദിവസം മാത്രമാണ് ആ ഒരു ഭരണം നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞത്. അടുത്തത് സർ നിക്കോളാസ് രണ്ടാമൻ സ്ഥാനത്യാഗം ചെയ്ത വർഷം ഇവിടെ ഉണ്ട്. 1917 മാർച്ച് 15 നിക്കോളാസ് രണ്ടാമൻ സ്ഥാനത്യാഗം ചെയ്തത്. സൈമൺ ബൊളിവർ ഏത് രാജ്യത്ത് ആളായിരുന്നു? അദ്ദേഹം ജനിച്ച ബൊളിവർ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ളൊരു പേരാണ്. സൈമൺ ബൊളിവർ അദ്ദേഹം ജനിച്ച രാജ്യം ഏതാണ്? ഉത്തരം വെനസ്വേല. വെനസ്വേല. ഉത്തരം ഏതാണ്? വെനസ്വേല. അടുത്ത പോയിന്റിലേക്ക്, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. യുദ്ധവിരുദ്ധ സിനിമയായ ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ, യുദ്ധവിരുദ്ധ സിനിമ സംവിധാനം ചെയ്ത വ്യക്തി ആരാണ്? യുദ്ധവിരുദ്ധ സിനിമയായ ഈ പറയുന്ന ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ലെവിസ്. ആരാണ്? ലെവിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ലെവിസ് മൈൽസ്റ്റോൺ. എന്താണ്? ലെവിസ് മൈൽസ്റ്റോൺ ആണ് അങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്തത് 1930. 1945 യാൾട്ട സമ്മേളനത്തിൽ സോവിയറ്റ് യൂണിയനെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? ഉത്തരം സ്റ്റാലിൻ. സ്റ്റാലിനാണ് സോവിയറ്റ് യൂണിയനെ പ്രതിനിധാനം ചെയ്തത്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് ജോസഫ് സ്റ്റാലിൻ എന്നാണ്. 23.5 ഡിഗ്രി ഉത്തര അക്ഷാംശം അറിയപ്പെടുന്ന പേരാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖ എന്നാണ് അറിയപ്പെടുന്നത്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രത്തിന്റെ പേര് എന്താണ്? സെനറോർ. സെനറോറി. സെനറോറി. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രത്തിന്റെ പേരാണ് പ്രോക്സിമ. പ്രോക്സിമ സെനറോറി എന്നാണ് ആ നക്ഷത്രത്തിന്റെ പേര്. പ്രോക്സിമ സെനറോറി എന്നാണ്. ക്ഷീരപഥത്തിന്റെ ഏതു ഭാഗത്താണ്? ക്ഷീരപഥത്തിന്റെ ഏത് ഭാഗത്താണ് സൗരയൂഥത്തിന്റെ സ്ഥാനം? ക്ഷീരപഥത്തിന്റെ വക്കിലാണ് സൗരയൂഥത്തിന്റെ സ്ഥാനം. വക്കിൽ. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ്. കീലിംഗ് കർവിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ പറയണം ചാൾസ് ഡേവിഡ് കീലിംഗ്. ചാൾസ് ഡേവിഡ് കീലിംഗ് എന്നാണ് ഉത്തരം. കീലിംഗ്. അപ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ്. ഇതിന്റെ ഉപജ്ഞാതാവാണ് ചാൾസ് ഡേവിഡ് കീലിംഗ്. അടുത്തത് ഏത് അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന് പറയുന്ന പദം രൂപപ്പെട്ടത്? ഉത്തരം മൗസിം. മൗസിം എന്ന് പറയുന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം ഉണ്ടായത്. നേപ്പാളിൽ സാഗർ മാത എന്നറിയപ്പെടുന്ന കൊടുമുടി ഏതാണ്? ഉത്തരം പറയണം എവറസ്റ്റ്. എവറസ്റ്റ് നേപ്പാളിൽ അറിയപ്പെടുന്ന പേര് സാഗർ മാത എന്നാണ്. ക്ഷീരപഥത്തിന്റെ ഏത് ഭാഗത്താണ് സൗരയൂഥത്തിന്റെ സ്ഥാനം എന്ന് ചോദിച്ചാൽ ക്ഷീരപഥത്തിന്റെ വക്കിലായിട്ടാണ് സൗരയൂഥമുള്ളത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് ഗ്രാഫ്. ഇതിന്റെ ഉപജ്ഞാതാവ് ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ്. ഏത് അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന് പറയുന്ന പദം ഉണ്ടായത്? ഉത്തരം മൗസിം എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം ഉണ്ടായത്. നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്ന കൊടുമുടി ഏതാണ്? ഉത്തരം എവറസ്റ്റ് കൊടുമുടിയാണ്. അടുത്ത ചോദ്യം ദെറാദൂൺ. ദെറാദൂൺ അതുപോലെ നൈനിത്താൾ ഇതെല്ലാം ഏത് സംസ്ഥാനത്തുള്ള സുഖവാസ കേന്ദ്രങ്ങളാണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. ഓക്കെ. ഉത്തരാഖണ്ഡിലെ സുഖവാസ കേന്ദ്രങ്ങളാണ് ദെറാദൂണും അതുപോലെ തന്നെ നൈനിത്താളും. കാസിരംഗ ദേശീയ ഉദ്യാനം അതുപോലെ പഗയു വന്യജീവി സങ്കേതം ഇവയ്ക്ക് സമീപത്തുകൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം കാമെങ്. കാമെങ് ആണ് ഇതിന്റെ സമീപത്തുകൂടെ. കാസിരംഗ ദേശീയ ഉദ്യാനം, പയൂഗി വന്യജീവി സങ്കേതം ഇവയ്ക്ക് സമീപത്തുകൂടെ ഒഴുകുന്ന നദിയാണ് കാമെങ്. രാമേശ്വരം ദ്വീപ് ഏത് സംസ്ഥാനത്താണുള്ളത്? ഉത്തരം തമിഴ്നാട്. തമിഴ്നാട്. രാമേശ്വരം ദ്വീപ് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം അത് തമിഴ്നാട്. ധാർ മരുഭൂമിയിൽ കൃഷിയും ജലസേചനവും സാധ്യമാക്കുന്ന കനാലിന്റെ പേരെന്താണ്? ഉത്തരം
ഇന്ദിരാഗാന്ധി കനാൽ. എന്താണ്? ഇന്ദിരാഗാന്ധി കനാൽ. ഥാർ മരുഭൂമിയിൽ കൃഷിയും ജലസേചനവും സാധ്യമാക്കുന്ന കനാലിൻ്റെ പേരാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാൽ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദിയുടെ പേരാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നദി. കാസർഗോഡ് ജില്ലയിലാണ്. ആലപ്പുഴയിലെ വീയപുരം റിസർവ് വനം ഏത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ കീഴിലാണ്? ഉത്തരം പത്തനംതിട്ട. ഓക്കെ, പത്തനംതിട്ടയിലെ റാന്നി. ഓക്കെ, പത്തനംതിട്ട അവിടെയുള്ള റാന്നി എന്ന ഫോറസ്റ്റ് ഓഫീസറുടെ കീഴിലാണ് ഏതുള്ളത്? ആലപ്പുഴയിലെ വീയപുരം റിസർവ് വനം ഉള്ളത്. ഇടുക്കിയുടെ ആസ്ഥാനമായ പൈനാവ് ഏത് വന്യജീവി സങ്കേതത്തിന് ഉള്ളിലാണ്? ഉത്തരം ഇടുക്കി വന്യജീവി സങ്കേതത്തിന് ഉള്ളിലാണ്. കേരളത്തിൽ കശുമാവ് തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എവിടെയാണ്? ഉത്തരം പറയേണ്ടത് കാസർഗോഡാണ്. ഓക്കെ, കാസർഗോഡാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവിൻ തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കാസർഗോഡാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് കാസർഗോഡ് ജില്ലയിലാണ്. ആലപ്പുഴയിലൊരു വീയപുരം റിസർവ് വനമുണ്ട്. അത് ഏത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ കീഴിലാണ്? പത്തനംതിട്ട റാന്നി. ഇടുക്കിയുടെ ആസ്ഥാനമായ പൈനാവ് എന്ന് പറയുന്നത് ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്? ഇടുക്കി വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്. കേരളത്തിൽ കശുമാവ് തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ജെ മർഫി. ജെ മർഫി എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നാണ് വിളിക്കുന്നത്. ബാങ്കിങ് മാനേജ്മെന്റ് പരിശീലനത്തിനായി RBI മറ്റു ബാങ്കുകളുമായി ചേർന്ന് രൂപവൽക്കരിച്ച പൂനെയിലെ സ്ഥാപനം ഏതാണ്? ഉത്തരം പറയണം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ്. നാഷണൽ, നോക്കൂ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ്. ബാങ്ക് മാനേജ്മെന്റ്. ഓക്കെ, ഇതാണ് ബാങ്കിങ് മാനേജ്മെന്റ് പരിശീലനത്തിനു വേണ്ടി RBI മറ്റു ബാങ്കുകളുമായി ചേർന്ന് രൂപവൽക്കരിച്ച പൂനെയിലെ സ്ഥാപനം. UPIയുടെ പൂർണ്ണ രൂപം എന്താണ്? യൂണിഫൈഡ്. എന്താണ്? യൂണിഫൈഡ് പേയ്മെന്റ്. I എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർഫേസ്. ഓക്കെ, ഇന്റർഫേസ് എന്നാണ്. അപ്പൊ UPIയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ്. മുദ്രാ യോജനയ്ക്ക് കീഴിലുള്ള കിഷോർ സ്കീം മുഖേന ലഭിക്കുന്ന വായ്പയുടെ സ്കീം എന്നാണ്. സ്കീം വഴി ലഭിക്കുന്ന വായ്പയുടെ പരിധി എത്രയാണ്? അതായത് 50,001 മുതൽ 5 ലക്ഷം രൂപ വരെ കിട്ടും. ഓക്കെ, 50,000 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് മുദ്രാ യോജനയ്ക്ക് കീഴിലുള്ള കിഷോർ സ്കീം വഴി ലഭിക്കുന്ന വായ്പയുടെ പരിധി. അപ്പോൾ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മർഫിയാണ്, ജെ മർഫി. ബാങ്കിങ് മാനേജ്മെന്റ് പരിശീലനത്തിനായി RBI മറ്റു ബാങ്കുകളുമായി ചേർന്ന് രൂപവൽക്കരിച്ച പൂനെയിലെ സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ്. UPIയുടെ പൂർണ്ണ രൂപമാണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. മുദ്രാ യോജനയ്ക്ക് കീഴിലുള്ള കിഷോർ സ്കീം മുഖേന ലഭിക്കുന്ന വായ്പയുടെ പരിധി എന്ന് പറയുന്നത് 50,001 മുതൽ 5 ലക്ഷം വരെയാണ് അതിൻ്റെ സ്കീം എന്ന് പറയുന്നത്. ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളുടെ പിന്നിലുള്ള ഒരു 3 അക്ക സുരക്ഷാ നമ്പർ എന്നും കൂടെ ഉണ്ട് കേട്ടോ. സുരക്ഷാ നമ്പർ അതെന്താന്ന് ചോദിച്ചാൽ പറയണം, അതാണ് CVV എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ. ഇതൊരു സുരക്ഷാ നമ്പറാണ്. അതുപോലെ ഏത് രാജ്യത്തെ പ്രസിഡന്റാണ് ലോക ബാങ്ക് പ്രസിഡന്റിനെ നിർദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാലോ, ലോകത്തിൻ്റെ ലീഡർ എന്നിപ്പോൾ അവകാശപ്പെടുന്നത് അമേരിക്കയാണ്. ഏത് രാജ്യത്തെ പ്രസിഡന്റാണ് ലോക ബാങ്ക് പ്രസിഡന്റിനെ നിർദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം അമേരിക്ക. വെൽഫെയർ എക്കണോമിക്സിലെ സംഭാവനയ്ക്ക് നൊബേൽ സമ്മാനം നേടിയ ആളാണ് അമർത്യ സെൻ. ആരാണ്? അമർത്യ സെൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾക്ക് പിന്നിലുള്ള 3 അക്ക സുരക്ഷാ നമ്പർ CVV ആണ്. ഏത് രാജ്യത്തെ പ്രസിഡന്റാണ് ലോക ബാങ്ക് പ്രസിഡന്റിനെ നിർദ്ദേശിക്കുന്നത് ചോദിച്ചാൽ അത് അമേരിക്കയാണെന്ന് പറയണം. വെൽഫെയർ എക്കണോമിക്സിലെ സംഭാവനയ്ക്ക് നൊബേൽ സമ്മാനം നേടിയത് അമർത്യ സെൻ ആണ്. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ 5000+ ഫാക്സിനകത്ത് കുറേ ക്ലാസ്സുകൾ ഇപ്പം നമ്മൾ തന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളിൽ കുറച്ച് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന, പൊതുവേ വ്യൂ കുറവാണ്, വന്നുകൊണ്ടിരിക്കുന്നതിൽ നല്ല ഒരു
വ്യൂസ് വരുന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെഗ്മെൻറ്റിനാണ് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. നമ്മുടെ ചാനൽ നിലനിൽക്കുന്നത് സയൻസിൻ്റെയും മാത്സിൻ്റെയും ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇച്ചിരി കൺസിസ്റ്റൻസി ഇല്ലായിരുന്നതുകൊണ്ട് ഇച്ചിരി പുറകിലോട്ട് പോയി. നമുക്ക് വീണ്ടും ഇപ്പോൾ ഒരു മാസത്തിൽ കൂടുതലായി കറക്റ്റായിട്ട് ക്ലാസ്സുകളൊക്കെ ഇട്ട് വരുന്നുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടാവണം, നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ സയൻസിൻ്റെ മാത്സിന് തിങ്കൾ വ്യാഴം നാളെയാണ് നമ്മുടെ സയൻസിൻ്റെ വൈറ്റമിൻ്റെ ലാസ്റ്റ് ക്ലാസ്. വൈറ്റമിൻ്റെ 1ാമത്തെ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. കാണുക, വ്യക്തമായി കാണുക, നോട്ട് എഴുതിയെടുക്കുക. ഏകദേശം 1.5 ലക്ഷം പേര് കണ്ട വൈറ്റമിൻസിൻ്റെ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റഡ് ആണ് ഈ 2025 ഡിസംബർ അല്ലെങ്കിൽ 2026 ജനുവരി വരെയുള്ള മുഴുവൻ ഫാക്റ്റുകളും വൈറ്റമിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കാണാൻ ശ്രമിക്കുക. ഈ 2026 തന്നെ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.